വികസന മുന്നേറ്റത്തിലേക്ക് കുതിക്കുന്ന നമ്മുടെ സ്വന്തം നാട് മണ്ണാർക്കാടുകാരുടെ ചിരകാല സ്വപ്നമായ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ജനപങ്കാളിത്തത്തോടുകൂടി തുടങ്ങാൻ പോകുന്ന CVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടുകാരുടെ സ്വപ്നത്തിന് ചിറക് മുളപ്പിക്കുകയാണ്. അതെ, CVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന അത്യാധുനിക ആതുരാലയ സമുച്ചയത്തിന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ AK ബാലൻ ഇവിടെ ശിലപാകിക്കഴിഞ്ഞു. സാധാരണക്കാർക്ക് സാധ്യമാകുന്ന ചിലവിൽ മികച്ച ചികിത്സ നൽകുക എന്നതാണ് CVR ലക്ഷ്യമാക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയും സേവന താൽപര്യവും കൃത്യമായ വീക്ഷണവും ഇച്ഛാശക്തിയുമുള്ള റിഷാദ് കഴിഞ്ഞ 3 വർഷമായി തുടക്കം കുറിച്ച CVR ഹെൽത്ത് കെയർ ഇപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറുകയാണ്. നൂതന സാങ്കേതിക വിദ്യകൾ ഒരുക്കി ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് CVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാകുന്നത്. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു MRI സ്കാൻ സംവിധാനം പോലും നമ്മുടെ പട്ടണത്തിലില്ല. എന്നാൽ അത്തരം ആവശ്യക്കാരായ രോഗികൾ ധാരാളമുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ MRI ഇല്ലാത്ത ട്രോമ കെയർ സംവിധാനം ആക്സിഡന്റുകൾ പെരുകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രോമ കെയർ സംവിധാനമൊക്കെ വളരെ പെട്ടെന്ന് ലഭ്യമായാൽ എത്രയോ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ട്രോമ കെയർ സംവിധാനമുള്ള, അതുപോലെ തന്നെ മറ്റ് പല രംഗത്തുമുള്ള സ്പെഷ്യാലിറ്റി ഉള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് CVR ഇവിടെ പുതുതായി ഇന്ന് അതിന്റെ ഒരു അഭിവൃദ്ധിയുടെ ഭാഗമായി തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നല്ല അത്യാധുനിക സൗകര്യമുള്ള ഒരു ആതുരാലയം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. റിഷാദിന്റെ ഒരു ഇച്ഛാശക്തി തന്നെയാണ് ഈ ഒരു സംരംഭം ഇതുവരെ എത്തിയത്. എല്ലാവരെയും കണ്ട് എല്ലാവരെയും തന്റെ ഐഡിയ ബോധ്യപ്പെടുത്തി വളരെ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സമുച്ചയത്തിന് ഇന്നിവിടെ തറക്കല്ലിടാൻ വരെ അദ്ദേഹം ഇത് എത്തിച്ചത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളുടെയൊക്കെ സഹായം ഉണ്ടാകണം. ജഗദീശ്വരൻ അദ്ദേഹത്തെ ഈ കാര്യത്തിൽ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഞാനിവിടെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഈ സംരംഭം അതിന്റെ പൂർണ്ണതയിലെത്താനും അതുവഴി അതിൽ നിന്നുള്ള സൗകര്യങ്ങൾ മണ്ണാർക്കാട്ടെ പൊതുസമൂഹത്തിന്, മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ ഈ പട്ടണത്തിന്റെ പരിസരത്ത് തന്നെ നമ്മുടെ മറ്റ് നിയോജക മണ്ഡലത്തിലെ MLA-മാരൊക്കെ അവരുടെയൊക്കെ ഒരു പട്ടണം, ഒരു താലൂക്ക് ആസ്ഥാനം മണ്ണാർക്കാടാണ്. അപ്പൊ മണ്ണാർക്കാട് നല്ല സൗകര്യങ്ങളുള്ള, എല്ലാ ആധുനിക സംവിധാനവുമുള്ള ഒരു ആശുപത്രി സമുച്ചയം വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ആശ്വാസമാണ്. അതോടൊപ്പം ഇതിന്റെ ഒരു നല്ല ജനകീയ ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. CVR മാനേജ്മെന്റിനും അതിന്റെ മുന്നിൽ നിൽക്കുന്ന റിഷാദിനും പ്രത്യേകമായി എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വളരെ ചടുലമായി തന്റെ വകുപ്പുകളിൽ പ്രവർത്തിക്കുന്ന, ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞാലും ആ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുന്ന ഒരു മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പ്രവാസി സംരംഭമാണ്, ഇതിന്റെ ഒരു തറക്കല്ലിടൽ കർമ്മത്തിന് വരണമെന്ന് പറഞ്ഞപ്പോ ഇന്ന് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും അദ്ദേഹം അത് ഏറ്റെടുത്ത് വന്നതിലുള്ള സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയും സഹായവും ഈ പ്രോജക്റ്റിനും ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും ഉണ്ടാകും എന്ന് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ആ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹനീയമായ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കും. ആരോഗ്യരംഗത്ത് എല്ലാവിധ ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി മണ്ണാർക്കാട് യാഥാർത്ഥ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് CVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഔപചാരികമായ തറക്കല്ലിടൽ കർമ്മം ഇതിലൂടെ നിർവഹിക്കുന്നത്. ഒരു സംശയവും വേണ്ട, നല്ല രൂപത്തിൽ ഈ ആശുപത്രിക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാകും. ഗവൺമെന്റിന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാകും. ഈ ധന്യമായ മുഹൂർത്തത്തിൽ പങ്കാളികളായ നിങ്ങൾ എല്ലാവരെയും കേരള ഗവൺമെന്റിന് വേണ്ടി ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ നല്ല പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു.
ഇത്തരമൊരു സംരംഭം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രിയപ്പെട്ട റിഷാദ് എന്നെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്, നല്ല ഇച്ഛാശക്തിയുള്ള ആളാണ്. ഏതൊരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴും ഇച്ഛാശക്തി വളരെ പ്രധാനമാണ്. നല്ല ധാരണയും കാഴ്ച തെളിച്ചവുമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് റിഷാദിനെ ഞാൻ കണ്ടത്. ഇവിടെ മറ്റു സുഹൃത്തുക്കളും എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ സാധ്യതയാണ് മണ്ണാർക്കാടുള്ളത്. ഇപ്പൊ കുറെ ആശുപത്രികൾ ഉണ്ട് ഇവിടെ, മോശമല്ലാത്ത സൗകര്യങ്ങളുടെ ഫെസിലിറ്റീസുള്ള ആശുപത്രികളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉയർന്ന സൗകര്യങ്ങളോട് കൂടിയുള്ള ആശുപത്രി എന്ന നിലയിലേക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന നിലയിലേക്ക് നന്നായി വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. എല്ലാ നിലയിലും ഈ ആശുപത്രി, പുതിയ ഈ കാഴ്ചപ്പാട്, ഈ ആശുപത്രിക്ക് എല്ലാവിധ വിജയവും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിച്ച് നിങ്ങളെ ഞാൻ അഭിവാദിച്ചു. ഒരാളുടെ സൈക്കിളിൽ വീണ് പരിക്ക് പറ്റിയാൽ പോലും കോയമ്പത്തൂരിനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് പോകണം. കോയമ്പത്തൂരിൽ കോവി ആസ്പത്രിയുണ്ട്, തൃശ്ശൂരിൽ പോയാൽ ജൂബിലി ഹോസ്പിറ്റലുണ്ട്. ഇങ്ങനെ കുറെ ആശുപത്രികളുടെ പേരാണ് നമ്മൾ പറയുന്നത്. അന്യ സംസ്ഥാനങ്ങളെയും അടുത്ത ജില്ലകളെയും ആശ്രയിച്ചു കൊണ്ടുപോകണം നമുക്ക് രോഗചികിത്സാ രംഗത്ത് മുന്നോട്ട് പോകാൻ എന്നൊരവസ്ഥ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഏതാണ്ട് 35-40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. എടുത്തുചാട്ടപരമായ ഒരു വേഗതയാണ് നമുക്ക് ഈ രംഗത്ത് ഉണ്ടായത്. എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ ജില്ലയിലെ ആസ്പത്രികളെ തന്നെ ആശ്രയിക്കാവുന്ന വിശ്വസനീയമായ സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മണ്ണാർക്കാട് മേഖലയിൽ, പ്രത്യേകിച്ച് അട്ടപ്പാടി കൂടി ഉൾക്കൊള്ളുന്ന മണ്ണാർക്കാട് മേഖലയിൽ ഇങ്ങനൊരു ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഇതിന്റെ സംഘാടകരെ ഞാൻ ഹൃദയം തുറന്ന് ആശംസിക്കുന്നു. എല്ലാ മുന്നേറ്റവും പുരോഗതിയും ഈ CBR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിനന്ദനം. മണ്ണാർക്കാട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ശ്രീ റിഷാദിന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷകരമായ ഒരു സംഭവവികാസമാണ്. മണ്ണാർക്കാടിന്റെ ഭൗതിക പശ്ചാത്തലം ഈ ആരോഗ്യ മേഖലയിലെ ഈ സ്ഥാപനത്തിന് വളരെ അനുകൂലമാണ്. ഒരാശുപത്രി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ചെറിയ കാര്യമല്ല. അത് നേരിടാൻ ഇർഷാദിന്റെ ഒരു മനക്കരുത്ത് സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തോടുള്ള ഒരു വലിയ പ്രതിബദ്ധതയാണ് കാണുന്നത്. ആ പ്രതിബദ്ധതയുള്ള മനസ്സ് എല്ലാ വിജയങ്ങളും ഉണ്ടാക്കി തരും എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാ ഭാവുകങ്ങളും നേരുന്നു, അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി 80,000 സ്ക്വയർ ഫീറ്റിൽ 5 നിലകളിലായി 150-ൽ കൂടുതൽ ബെഡുകളോടുകൂടി MRI സ്കാൻ ഉൾപ്പെടെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിയാണ് CVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാവുന്നത്. ഡിപ്പാർട്ട്മെന്റുകൾക്കനുസരിച്ച് പ്രഗത്ഭരായ ഡോക്ടർമാർ, അതിനനുസൃതമായ പാരാമെഡിക്കൽ ജീവനക്കാർ, മികച്ച ലാബുകൾ, മിതമായ നിരക്കിൽ മരുന്നുകൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഒരു കുടുംബത്തിന് 1 ലക്ഷം രൂപയുടെ സുരക്ഷിതമായ നിക്ഷേപം, തവണകളായി ഹോസ്പിറ്റലിന്റെ പണിയുടെ പുരോഗതിക്കനുസരിച്ച് സുസ്ഥിരമായ വരുമാനവും ആകർഷകമായ ചികിത്സാ ആനുകൂല്യങ്ങളും ഇൻഷുറൻസ് പരിരക്ഷയും ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ അവസരങ്ങളുടെ വാതായനങ്ങൾ ഞങ്ങൾ മലർക്കെ തുറന്നിടുകയാണ്. തികച്ചും ജനകീയമായ പങ്കാളിത്തത്തോടുകൂടി വന്നിരിക്കുന്ന CVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങൾക്കും മുതൽ മുടക്കാം. ഹായ്, ഞാൻ റിഷാദ്. നിലവിൽ മണ്ണാർക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CVR മെഡിക്കൽ സെന്റർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. മണ്ണാർക്കാട് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരേണ്ടത് മണ്ണാർക്കാടിന്റെയും കൂടെ ആവശ്യമാണ്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പങ്കാളിത്തവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മാമലകളും കുന്നിൻ ചെരുവുകളും നീരുറവയുടെ കുളിർത്തുള്ളികൾ പരന്നൊഴുകുന്ന കുന്തിപ്പുഴയുടെ തീരത്ത് നല്ല നാളേക്കായി, ആരോഗ്യമുള്ള നാടിനായി നമ്മൾ ഒരുമിച്ച് നിങ്ങളേവരുടെയും പങ്കാളിത്തവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. CVR ഹെൽത്ത് കെയർ ഇനി പുതിയ കാൽവെപ്പിലേക്ക്. മണ്ണാർക്കാടിനി ആരോഗ്യരക്ഷയുടെ നാളുകൾ. CVR മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കുന്തിപ്പുഴ, മണ്ണാർക്കാട്.